പ്രോബബിലിറ്റിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ അഡീഷൻ തിയറത്തിലെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ തിയറവും അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താണെന്ന് നോക്കാം. ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് if two events namely A and B are independent, the probability that they both will occur is the product of their individual probability. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവൻറ്റ്സ് എല്ലാതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് മറ്റൊരു ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇൻഡിപെൻഡൻ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സമയത്ത് രണ്ട് ഇവൻറ്റ്സും കൂടി രണ്ടും ബോത്ത് ഒക്യൂർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് ഇവൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും രണ്ട് ഇവൻറ്റും കൂടി ഒക്യൂർ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് എ ഇൻ്റർസെക്ഷൻ ബി, രണ്ട് ഇവൻറ്റും കൂടി ഒന്നിച്ച് രണ്ട് സംഭവിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അഡീഷൻ തിയറത്തിൽ ഇത് രണ്ടും ആഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇൻ്റർസെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് എ ഇൻറ്റു ബി ആണ് ചെയ്യേണ്ടത്, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് മറ്റൊരു ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് ടു ഓർ മോർ ഇവൻറ്റ്സ് ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ദ ഒക്യുറൻസ് ഓഫ് വൺ ഓഫ് ദം ഇൻ നോ വേ അഫക്റ്റ് ദ ഒക്യുറൻസ് ഓഫ് ദ അതർ. ഒരു ഇവൻറ്റ് സംഭവിക്കുന്ന മറ്റൊരു ഇവൻറ്റിനെ ഒരു കാരണവശാലും ബാധിക്കുന്നില്ല എന്ന്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഔട്ട്കമും സെക്കൻഡ് ഔട്ട്കമും തമ്മിലൊരു ബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു കോയിൻ ഫസ്റ്റ് ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം ഹെഡ് തന്നെ കിട്ടിക്കോളുന്നില്ല, അല്ലെങ്കിൽ ടെയിൽ തന്നെ ഏതാണ് ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഫസ്റ്റ് കിട്ടുന്ന ഔട്ട്കം, ഫസ്റ്റ് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡോ ടെയിലോ കിട്ടാം, അതിനെ സെക്കൻഡ് ടൈം ടോസ് ചെയ്യുന്നതായിട്ട് ഒരു റിലേഷനില്ല, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ 2 ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു. 2 ഇവൻറ്റ്സ് ആവുന്ന സമയത്ത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി എന്നറിയാം. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 or 4 ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി. എത്ര ഇവൻ്റ് ആണോ വരുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഇൻ്റർസെക്ഷൻ പാർട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ പേഴ്സൺ വാണ്ട് ടു മാരി എ ഗേൾ ഹാവിങ് ക്വാളിറ്റീസ് വൈറ്റ് കോംപ്ലക്ഷൻ, probability of getting such girl is 1/20, handsome dowry, probability of getting this is 1/50, well cultured, and the probability of getting that kind of girl is 1/100. Find out the probability of the person getting married to such a girl fulfilling above 3 conditions. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഒരാൾക്കൊരു കല്യാണം കഴിക്കണം. ഓക്കെ, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം. പക്ഷേ ആൾക്ക് എന്തുണ്ട്, 2-3 കണ്ടീഷൻസ് ഉണ്ട്. 3 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്ന്, നല്ല വെളുത്ത് സുന്ദരിയായിരിക്കണം, നല്ല സ്ത്രീധനം കിട്ടണം, അതേപോലെ തന്നെ നല്ല കൾച്ചർ ഉണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 കണ്ടീഷനിലും ആ രീതിയിലുള്ള പെൺകുട്ടികളെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/20, നല്ല ഡൗറി കിട്ടാനുള്ളത് 1/50 ആണ്. ദെൻ വെൽ കൾച്ചേർഡ് ആയിട്ടുള്ളൊരു കുട്ടീനെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/100 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്തിട്ടൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവൻറ്റ്സ് എല്ലാതും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഈ വൈറ്റ് കോംപ്ലക്ഷനും ഹാൻഡ്സും ഡൗറിയും വെൽ കൾച്ചേർഡും തമ്മിലൊരു റിലേഷനുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇവിടെ 3 ഇവൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ 3 കിട്ടാനുള്ള ചാൻസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബിലിറ്റി ഓഫ് എ, വൈറ്റ് കോംപ്ലക്ഷൻ 1/20 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വൈറ്റ് കോംപ്ലക്ഷൻ 1/20 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ പ്രോബിലിറ്റി ഓഫ് ബി, ഹാൻസം ഡൗറി 1/50, അതും ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഹാൻസം ഡൗറി കിട്ടാനുള്ള 1/50 ആണ്.
ആൻഡ് വെൽ കൾച്ചേർഡ് പ്രോബിലിറ്റി ഓഫ് സി 1/100. ഓക്കെ, ഇനി ഇതിനെ 3 ചെയ്യാൻ വേണ്ടിയിട്ട് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി, ദാറ്റ് ഈസ് 1/20 ഇൻറ്റു 1/50 ഇൻറ്റു 1/100 will get 1/1 lakh. 1/20 ഇൻറ്റു 1/50 1/1000 വരും. 1/1000 ഇൻറ്റു 1/100 will get 1/1 lakh. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ ആ 3 ക്രൈറ്റീരിയാസും ഫുൾഫിൽ ചെയ്തൊരു കുട്ടിയെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് 1/1 lakh ആണ്. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. ബേസ്ഡ് ഓൺ മൾട്ടിപ്ലിക്കേഷൻ തിയറം. പ്രോബബിലിറ്റി, ദാറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ദാറ്റ് എ വിൽ പാസ് പേപ്പർ 1 ഈസ് 0.8. എ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് പേപ്പർ 1 പാസ്സാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.8 ആണ്. ആൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി വിൽ പാസ് പേപ്പർ 2 പാസ്സാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.75 ആണ്. എ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് പേപ്പർ 1 പാസ്സാവാനുള്ള ചാൻസ് 0.8ഉം പേപ്പർ 2 പാസ്സാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.75 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി വിൽ പാസ് ബോത്ത് ദ പേപ്പേഴ്സ്? 2 പേപ്പേഴ്സും പാസ്സാവാനുള്ള പ്രോബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണ്? പേപ്പർ 1 പാസ്സാവുന്നത് പേപ്പർ 2 പാസ്സാവുന്നത് ഒരു റിലേഷനില്ല. അപ്പോൾ ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണ്. ഇങ്ങനെയാണ് അഡീഷൻ തിയർ ആണോ മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറും, ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് അല്ല മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അഡീഷൻ തിയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ആസ് പെർ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി രണ്ടും കൂടി ബോത്ത് സംഭവിക്കാനുള്ള ചാൻസ്, ബോത്ത് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ആണ്. അത് ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.8 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി 0.75 ആണ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി ആണ്. ദാറ്റ് മീൻസ് 0.8 ഇൻറ്റു 0.75 വിൽ ഗെറ്റ് 0.6. ഇതാണ് 2 പേപ്പറും പേപ്പർ 1ഉം പേപ്പർ 2ഉം പാസ്സാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോബ്ലം ഇൻ QT ഈസ് ഗിവൺ ടു 5 സ്റ്റുഡൻസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ഒരു പ്രോബ്ലം 5 സ്റ്റുഡൻസിന് കൊടുത്തു. നെയ്മിലി എ ബി സി ഡി ആൻഡ് ഇ. കുട്ടിയുടെ പേരാണ് എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 സ്റ്റുഡൻസിനാണ് ഒരു പ്രോബ്ലം കൊടുത്തത്. ദെയർ ചാൻസസ് ഓഫ് സോൾവിങ് ആർ 1/2, 1/3, 1/4, 1/5 ആൻഡ് 1/6 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇവർ ഓരോരുത്തരും ആ പ്രോബ്ലം ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/2, 1/3, 1/4, 1/5, 1/6 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. ഇവിടെ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഇവർ 5 പേരും കൂടി സോൾവ് ചെയ്യാനുള്ള ചാൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാതും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ സോൾവ് ചെയ്യുന്നതല്ല, പ്രോബ്ലം വിൽ ബി സോൾവ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് മൾട്ടിപ്ലിക്കേഷൻ തിയറാണ്. കാരണം ഇവിടെ ഓരോ സ്റ്റുഡൻറ്റ് സോൾവ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം എ സോൾവ് ചെയ്യുന്നത് ബി ആയിട്ടൊരു റിലേഷനില്ല. അപ്പോൾ ഇവൻ്റെ ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ തിയറാണ്. ഓക്കെ, ഇനി ആദ്യം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് നോട്ട് സോൾവിങ് ബൈ ഈച്ച് സ്റ്റുഡൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോ സ്റ്റുഡൻറ്റ് സോൾവ് ചെയ്താൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നോട്ട് സോൾവിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നോട്ട് സോൾവിങ് എ സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ്, എ സോൾവ് ചെയ്യുന്നത് 1/2 ആണ്. അപ്പോൾ നോട്ട് സോൾവിങ് എത്രയായിരിക്കും? 1 - 1/2, നമുക്ക് 1/2 തന്നെ കിട്ടും. ഓക്കെ, ഇനി ബി നോട്ട് സോൾവിങ് ദ പ്രോബ്ലം, ബി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് 1 - 1/3. കാരണം സോൾവ് ചെയ്യുന്നതിന് 1 സോൾവ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് സോൾവിങ് കിട്ടും. അപ്പോൾ 1 - 1/3 2/3 എന്ന് കിട്ടും. ഇനി പ്രോബിലിറ്റി ഓഫ് സി നോട്ട് സോൾവിങ് ദ പ്രോബ്ലം, സി എന്ന് പറയുന്നത് നോട്ട് സോൾവ് ചെയ്യാനുള്ളത് 1 - 1/4 3/4 ആണ്. അതേപോലെ ഡിയുടേത് കണ്ടുപിടിക്കുക. നോട്ട് സോൾവ് ദ പ്രോബ്ലം 1 - 1/5 4/5 എന്ന് വരും. ഇനി ഇ നോട്ട് സോൾവിങ് ദ പ്രോബ്ലം 1 - 1/6 5/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 5 പേരും നോട്ട് സോൾവിങ് ദ പ്രോബ്ലം നമുക്ക് കിട്ടി. സോൾവിങ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് ബേസ് ചെയ്ത് നമ്മൾ നോട്ട് സോൾവിങ് കണ്ടുപിടിച്ചു ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും. ഓക്കെ, ഇനി ഇവരെല്ലാവരും കൂടി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ്, നോട്ട് സോൾവിങ് പ്രോബിലിറ്റി ഓഫ് നോട്ട് സോൾവിങ് ദ പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസാണ് ഇനി നോക്കുന്നത്. അതെന്ത് ചെയ്താൽ ഈ 5 നോട്ട് സോൾവിങ്ങും മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു 4/5 ഇൻറ്റു 5/6 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 120 / 720 ആയിരിക്കും കിട്ടുന്നത്. ഈ 1/2 ഇൻറ്റു 2/3
ഇൻറ്റു 3/4 ഇൻറ്റു 4/5 ഇൻറ്റു 5/6 ചെയ്താൽ 120/720 കിട്ടും. അതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് 1/6 എന്ന് ഷോർട്ടാക്കി എഴുതാം. അതിങ്ങനെ കോമൺ ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ ചെറുതാക്കി നമുക്ക് 1/6 ആക്കി മാറ്റാം. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി കിട്ടി 1/6. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചാൻസ് ആണ്. ചെയ്യാതിരിക്കാനുള്ള 1/6 എന്ന് കിട്ടി. അപ്പോൾ ചെയ്യുന്ന ചാൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 1 മൈനസ് 1/6 ചെയ്താൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. 1 മൈനസ് 1/6 5/6 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മെത്തേഡ് ചെയ്യാനുള്ള റീസൺ പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ ചോദിക്കുന്നത്. ഇവർ 2 പേരോ 3 പേരോ സോൾവ് ചെയ്യുന്ന പ്രോബിലിറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ്. അതുകൊണ്ടാണ് നോട്ട് സോൾവിങ് കണ്ടുപിടിച്ചത്. അതിൽ നിന്ന് 1 മൈനസ് നോട്ട് സോൾവിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കണ്ടു കിട്ടും. ഓക്കെ, 1 മൈനസ് 1/6 5/6 എന്ന് കിട്ടും. ഇനി വേറെ പ്രോബ്ലം നോക്കാം. ആൻ ആർട്ടിക്കിൾ മാനുഫാക്ചർഡ് ബൈ എ കമ്പനി കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഒരു കമ്പനിയിൽ ഒരു ആർട്ടിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവിടെ 2 പാർട്ടാണ് അവിടെ മെയിനായിട്ടും പ്രൊഡക്ഷൻ നടത്തുന്നത്. എ ബി എന്ന് പറയുന്ന 2 ആർട്ടിക്കിൾസാണ് അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പാർട്ട് 9 ഔട്ട് ഓഫ് 100 ആർ ലൈക്ലി ടു ബി ഡിഫക്റ്റീവ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പാർട്ട് 100 എണ്ണം അല്ലെങ്കിൽ 100 മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് 9 എണ്ണം ഡിഫക്റ്റീവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 100 എണ്ണത്തിൽ 9 ഡിഫക്റ്റീവും 91 എണ്ണം നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. 100ൽ 9 ഡിഫക്റ്റീവും 91 ഗുഡ് പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നൊരു പാർട്ടിൽ 5 എണ്ണം ഡിഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ബാക്കി 95 എന്ന് പറയുന്നത് എന്തായിരിക്കും? നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് വിൽ നോട്ട് ബി ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മൾ അസംബിൾ ചെയ്യുന്ന പാർട്ട് ഡിഫക്റ്റീവ് അല്ലാതിരിക്കാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡിഫക്റ്റീവ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡിഫക്റ്റീവാണ്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിഫക്റ്റീവ് അല്ലാത്ത പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗുഡ് ഐറ്റം, എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിൽ നിന്ന് ഗുഡ് ഐറ്റം കിട്ടാനുള്ള ചാൻസ് 1 മൈനസ് 9/100 ആണ്. ദാറ്റ് മീൻസ് 91/100 ആയിരിക്കും വരുന്നത്. ഓക്കെ, 9 എണ്ണം ഡിഫക്റ്റീവ് 91 നല്ല ഐറ്റം ആയിരിക്കും. പാർട്ടി എയിൽ ഗുഡ് ഐറ്റം സെലക്ട് ചെയ്യാനുള്ളത് 91/100 ആയിരിക്കും. അതേപോലെ തന്നെ ബിയിൽ 1 മൈനസ് 5/100 95/100 ആയിരിക്കും ബി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിൽ ഗുഡ് ഐറ്റം സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഇനി സെലക്ഷൻ മെത്തേഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓരോ പാർട്ട് എ ബി എടുക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു റിലേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഇക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് 91/100 ഇൻറ്റു 95/100 വിൽ ഗെറ്റ് 8645 ഡിവൈഡ് ബൈ 10,000 0.86 ആണ് നമുക്ക് പ്രോബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ നല്ല ഗുഡ് ഐറ്റം കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ അസംബിൾഡ് പാർട്ട് വിൽ നോട്ട് ബി ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് 0.86 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഗുഡ് ഐറ്റം കിട്ടാനുള്ള പ്രോബിലിറ്റി എ ബി കണ്ടുപിടിക്കുക, എന്നിട്ടത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതും മൾട്ടിപ്ലിക്കേഷൻ തിയറാണ്. എ യൂണിവേഴ്സിറ്റി ഹാസ് ടു സെലക്ട് ആൻ എക്സാമിനർ ഫ്രം എ പാനൽ ലിസ്റ്റ് ഓഫ് 50 persons. ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരു എക്സാമിനറെ സെലക്ട് ചെയ്യണം. അതിൽ പാനലിൽ 50 പേരുണ്ട്. അതിൽ 20 പേര് 20 ഓഫ് ദം ആർ ലേഡീസ്, 20 പേര് ലേഡീസാണ്, 30 പേര് ജെൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ 10 ഓഫ് ദം നോ ഹിന്ദി, റിമൈനിങ് ആർ നോട്ട്. അതിൽ 10 പേർക്ക് ഹിന്ദി അറിയാം, 40 പേർക്ക് ഹിന്ദി അറിയില്ല. ഇനി 15 ഓഫ് ദം ആർ ടീച്ചേഴ്സ് ആൻഡ് റിമൈനിങ് ആർ നോട്ട്. അതിൽ 15 പേര് ടീച്ചേഴ്സാണ്, 35 ടീച്ചേഴ്സ് അല്ല. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി സെലക്ടിങ് എ ഹിന്ദി നോയിങ് ഫീമെയിൽ ഫാക്കൽറ്റി? ഓക്കെ, ഹിന്ദി അറിയാവുന്ന ഒരു ഫീമെയിൽ ഫാക്കൽറ്റീനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറാണ്, ഇവൻ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ 3 കൂടി സെലക്ട് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ഹിന്ദി അറിയുന്നവർ എത്ര പേരുണ്ട്? ഇതിൽ 10 പേർക്കാണ് ഹിന്ദി അറിയുന്നത്. പിന്നെ ഫീമെയിലായിട്ട് വരുന്നത് 20 പേരാണ് ഫീമെയിൽ വരുന്നത്. ഫാക്കൽറ്റീസ് എത്രയാണ്? 15 ആണ് ഫാക്കൽറ്റീസ് വരുന്നത്. അപ്പോൾ ഇതൊരു മൂന്നിൻ്റെ ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിന് ആൻസർ കിട്ടും. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ടീച്ചർ 15/50. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു ടീച്ചറെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് 15/50 ആണ്. അതേപോലെ തന്നെ ഹിന്ദി അറിയാവുന്ന പേഴ്സൺ നോ ഹിന്ദി അറിയാവുന്ന എത്ര പേരുണ്ട്? 10 പേരാണ് 50 അപ്പോൾ 10/50. ഇനി ഒരു ഫീമെയിലിനെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 20/50 ആണ്, 20 പേരാണ് ഫീമെയിൽ ഉള്ളത്. ഓക്കെ, ഇനി ഇവൻ്റ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, ഈ 3 കൂടി ഉള്ള ഒരു
ഫാക്കൽറ്റീനെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. ദാറ്റ് ഈസ് 10/50 ഇൻറ്റു 15/50 ഇൻറ്റു 20/50 വിൽ ഗെറ്റ് 3000 ഡിവൈഡ് ബൈ 1,25,000. അതിനെ ചെറുതാക്കുന്ന സമയത്ത് 3/125 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3/125 ആണ് ഹിന്ദി നോയിങ് ഫീമെയിൽ ഫാക്കൽറ്റീനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് 2 ഇവൻറ്റ്സും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്.